നമസ്കാരം. ബിഗ് ബോസ്. അപ്പോൾ ഈ ബിഗ് ബോസിൽ ഇന്നലത്തെയും മിനിഞ്ഞാന്നത്തെയും എപ്പിസോഡൊക്കെ നിങ്ങൾ കണ്ടു കാണും. എനിക്ക് കമ്പാരിറ്റീവ്ലി ഇഷ്ടപ്പെട്ട മിനിഞ്ഞാന്നത്തെ എപ്പിസോഡാണ്. അതായത് കുറച്ച് ഒത്തിരി ചിരിക്കാനുള്ള കാര്യങ്ങൾ, നമ്മൾ എൻ്റർടൈൻമെൻറ്റ് വേണ്ടിയിലാണ് ഇതൊക്കെ കാണുന്നത്. അപ്പം നമുക്ക് ചിരിക്കാനുള്ള കുറേ കാര്യങ്ങൾ കിട്ടി. ഇന്നലത്തെ കുഴപ്പമില്ലായിരുന്നു. ഇതൊക്കെ ടാസ്കുകൾ കൊടുത്ത ഇത് കഥാപ്രസംഗമൊന്നും ആയിരുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു താങ്ങലായിരുന്നു. എന്നാലും കുഴപ്പമില്ല. ഇവർക്ക് തമ്മിൽ പേരുന്നോമ്മൽ അക്ബറുടെ ആയിരുന്നു കുറച്ച് രസം. പിന്നെ അവർക്ക് മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തതിൽ ഇഷ്ടപ്പെട്ട കാര്യം, ഇഷ്ടപ്പെടാത്ത ചെയ്യരുതെന്ന് വിചാരിച്ച കാര്യം പ്രേക്ഷകരുണ്ടോ എന്ന് നിർത്തുന്നു. അതിനെനിക്ക് സാബുമാൻ്റെയാണ് ഇഷ്ടപ്പെട്ടത്. അത് ഞാൻ എൻ്റെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്നിപ്പം നടക്കാൻ പോകുന്ന ഒരു പ്രൊമോ ഇറങ്ങിയിട്ടുണ്ട്. അതായത് മിറേജ് എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ആസിഫ് അലിയുടെ ആ ടീം വരുന്നുണ്ട്. അതായത് ജിത്തു ജോസഫ്, അർജുൻ എന്ന് പറയുന്ന പഴയൊരു കണ്ടസ്റ്റൻ്റ്, അപർണ ബാലമുരളി, ആസിഫ് അലി, ഇവരെല്ലാവരും കൂടി ഇന്ന് പ്രൊമോഷനായിട്ട് വരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതിൻ്റെ ഒരു ത്രെഡ് ഇവർക്ക് കൊടുക്കുന്നു. അതിൻ്റെ ബാക്കി അവർ ഫില്ല് ചെയ്ത് കൊടുക്കണം. ആ കഥ അവർ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം, ഓരോരുത്തരുടെയും ഭാവനയ്ക്കനുസരിച്ച്. അപ്പം അങ്ങനെ ഒരു സംഭവം ഇന്ന് നടക്കുന്നുണ്ട്. അതായിരിക്കും ഇന്നത്തെ മെയിൻ കാര്യം എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇപ്പം അവിടെ ഇവിടെ ഇരുന്ന് എല്ലാവരും ഇന്നലത്തെ ആ ഒരു എവിക്ഷനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുകയാണ്. അതൊക്കെയാണ് കൂടുതലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ അനുമോൾ പറഞ്ഞ പോലെ ഇന്നത്തെ പോലെ ഫുഡ് ഉണ്ടാക്കുന്നു, ഓരോരുത്തർക്ക് കൊടുക്കുന്നു, വിളിച്ചു കൊടുക്കുന്നു, ഇതൊക്കെ തന്നെയാണ് സംഭവങ്ങൾ. പിന്നെ എനിക്ക് അതിനകത്ത് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയത് ഈ പറഞ്ഞ പോലെ അനീഷാണ് ഷാനവാസിനെ സ്വീകരിക്കാൻ പോകുന്നത് എവിക്ഷൻ ഫ്രീ ആയിട്ട്. അതേപോലെ തന്നെ ആര്യനെ പോകുന്നത് അനുമോളാണ്. അപ്പോൾ അതൊക്കെ കുറച്ച് നമുക്ക് രസം തോന്നിയ ഒരു കാര്യങ്ങൾ തന്നെയാണ്. അവർ സന്തോഷമായിട്ട് തിരിച്ചു വരുന്നതും. അതുപോലെ തന്നെ അക്ബറിനെ വിടുന്നത് നമ്മുടെ ലക്ഷ്മിയുടെ അടുത്തേക്കാണ്. അല്ല, ഇതൊക്കെയാണ് നമുക്ക് കുറച്ച് കാരണം അവരൊക്കെ ശത്രുക്കളാണ്, ശത്രുക്കളാണല്ലോ. അപ്പം അവർ അതിൽ നിന്നെല്ലാം റിലീഫായി പുതിയൊരു ഗെയിം തുടങ്ങൂ എന്നുള്ളതിനൊരു സൂചനയാണ് ലാലേട്ടൻ കൊടുത്തിരിക്കുന്നത്. അതുപോലെ വൃത്തികെട്ട കാർഡ് ഇനി ആരും ഇറക്കണ്ടെന്ന് പറഞ്ഞാൽ ആ കാർഡ് കീറിയിട്ടാണ് ലാലേട്ടൻ പോകുന്നത്. അതുകൊണ്ട് ഇനി അങ്ങനെയുള്ള ഒരു ആരോപണവും ആരും ഉന്നയിച്ചുകൊണ്ട് കണ്ടന്റ് ഉണ്ടാക്കണ്ട എന്ന് പറയാതെ പറഞ്ഞിരിക്കുകയാണ് ലാലേട്ടൻ. പിന്നെ ഒരു വള്ളത്തിൻ്റെ കഥയൊക്കെ പറയുന്നുണ്ട്. നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതൊക്കെ വെറും ശൂന്യതയാണ്, ഒന്നുമില്ല, ഇതൊന്നും ചിന്തിച്ച് സമയം കളയണ്ട, നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ ചിന്തിക്കൂ എന്നൊക്കെയുള്ളൊരു കഥയൊക്കെയാണ് ലാലേട്ടൻ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡും എക്സൈറ്റിംഗ് ആണ്. ഒരു പ്രൊമോഷനുണ്ട്, ഒരു സിനിമയുടെ പ്രൊമോഷനായിട്ട് ആൾക്കാർ വരുന്നുണ്ട്. ആസിഫ് അലിയാണ് അതിനകത്ത് വരുന്നത്, ജിത്തു ജോസഫ് ഉണ്ട്, അപർണ ബാലമുരളി ഉണ്ട്, പഴയൊരു കണ്ടസ്റ്റൻ്റ് അർജുനുണ്ട്, പുള്ളി അതിനകത്ത് അഭിനയിക്കുന്നുണ്ടായിരിക്കും. അതൊക്കെ കൊണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇന്ന് നടക്കാൻ പോകുന്നുണ്ട്. നമുക്കിതെല്ലാം കണ്ടിട്ട് നമുക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന അപ്ഡേറ്റ്സ് ഞാൻ തരാം. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് പറയൂ. അടുത്ത എവിക്ഷനിലേക്ക് ഉള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതെല്ലാം ഇന്ന് നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ കാണാം. സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.